എ.കെ.ജിയും നായനാരും അടങ്ങുന്ന കണ്ണൂരിലെ വിപ്ലവ സൂര്യന്മാർക്കൊപ്പം ഇനി എം.വി.ആറിനും പയ്യാമ്പലത്ത് അന്ത്യവിശ്രമം. ആയിരങ്ങളെ സാക്ഷി നിർത്തി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ എം.വി.ആറിന്റെ മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ എം.വി.ആറിന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി ആയിരങ്ങൾ ബർണശ്ശേരിയിലെ വസതിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. 8 മണിയോടെ വീട്ടിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി കണ്ണൂരിലെ CMB ആസ്ഥാനത്തെത്തിച്ചു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഗർജനത്തിന് പലകുറി സാക്ഷ്യം വഹിച്ച CMB ആസ്ഥാനം വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തി. ചിലർ വിതുമ്പി, വിങ്ങിപ്പൊട്ടി. പ്രിയ സഖാവിന് മരണമില്ലെന്ന് ആവർത്തിച്ചുറപ്പിച്ച് ഏവരും ഇൻകുലാബ് വിളിച്ചു. പിന്നീട് മൃതദേഹം ടൗൺ സ്ക്വയറിൽ പൊതുദർശനത്തിന് വെച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എം.വി.ആർ എന്ന വികാരത്തിന് മുന്നിൽ കണ്ണൂർ ജനത ഒരേ മനസ്സോടെ ആദരവോടെ പ്രണമിച്ചു. 11 മണിയോടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയി. ആയിരങ്ങളാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. എ.കെ.ജിയും നായനാരുമടക്കമുള്ള കണ്ണൂരിൻ്റെ കമ്മ്യൂണിസ്റ്റ് നക്ഷത്രങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിപ്ലവ ഭൂമികയിൽ എം.വി.ആറിനും ചിതയൊരുങ്ങി. ആയിരങ്ങളെ സാക്ഷി നിർത്തി M.V. രാഘവൻ എന്ന രാഷ്ട്രീയാചാര്യൻ ജ്വലിക്കുന്ന ഓർമ്മയായി. റിപ്പോർട്ടർ, കണ്ണൂർ.